കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണയുമായി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മുഖ്യമന്ത്രി വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങി പ്രധാന നേതാക്കൾ നേതൃത്വം ഉണ്ട്, രാഹുലിനൊപ്പം സമരത്തിലുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരണ്, ഇത് അസാധാരണമായ പ്രതിഷേധമാണ്. തുടക്കത്തിൽ ഒരു ചെറിയ സമരം, സർക്കാർ അത് ഗൗനിച്ചില്ല. ഇപ്പോൾ കാര്യമായി കൂടുതൽ പിന്തുണ സമരത്തിലേറുകയാണ്. അതെ, അസാധാരണമായ ഒരു സമരമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കൾ ഡൽഹിയിലെ തെരുവുകളിൽ സമരം ചെയ്യുന്നു. ഇന്നലെ ആ സമരത്തെ പോലീസ് അതിശക്തമായി തന്നെയാണ് നേരിട്ടത്. ഇന്ന് ആ വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുന്നു. പാർലമെന്റ് ഇരുസഭകളും പലതവണ ചേരാൻ തുടങ്ങിയെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അത് തുടർച്ചയായി മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും നാളത്തേക്ക് അത് പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമരം ആരംഭിച്ചത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേരള മുഖ്യമന്ത്രി VD സതീശനും അടക്കം ഈ സമരത്തിലുണ്ട്. ഇവർ സമരം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇത് സമരക്കാരെ എല്ലാവരെയും ബലം പ്രയോഗിച്ച് നീക്കുക എന്നുള്ള രീതിയാണ് പോലീസ് ഉപയോഗിച്ചത്. അങ്ങനെ തുടക്കത്തിൽ ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവരെ, PC വിഷ്ണു അടക്കമുള്ളവരെയൊക്കെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് നീക്കം ചെയ്തിരുന്നു. പോലീസ് ഇങ്ങനെ നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കിയാൽ സമരം മറ്റൊരു തരത്തിലേക്ക് മാറും എന്നുള്ള മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായി. അതിനുശേഷം പിന്നീട് അങ്ങനെ ആ തരത്തിലേക്ക് ബലം പ്രയോഗിച്ച് നീക്കുന്നത് നിർത്തി. കേന്ദ്രത്തിൽ നിന്ന് പാർലമെന്ററി കാര്യ ചുമതലയുള്ള മന്ത്രി തന്നെ നേരിട്ട്, ജിതേന്ദ്ര സിംഗ് തന്നെ നേരിട്ട് വന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം രൂപപ്പെട്ടില്ല. വീണ്ടും സമരം അവിടെ തുടരുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരം തുടരുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസുകാർ സമരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് CJPയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കൾ ഇന്നും സമരം തുടരുകയാണ്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അസാധാരണമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ അമിത്ഷാ ഇടപെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് കൂടി സമരമുഖത്തേക്ക് വന്നപ്പോൾ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഇനിയും ഈ സമരം ഗൗനിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാനും ആവില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.